തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് കുടുംബം. തൃശൂർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കുട്ടിയുടെ മാതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. റിപ്പോർട്ടിലേക്ക് ആദ്യം. കഴിഞ്ഞ ഡിസംബർ 1-നായിരുന്നു 2ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഗസാലിക്ക് തലവേദന. വേദന സഹിക്കാതായപ്പോൾ കുത്തിവയ്പ്പെടുക്കാൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം കുട്ടിയുടെ ഇടതുകാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടതാണ്. കുട്ടി കുത്തിവെക്കാൻ വിസമ്മതിച്ചപ്പോൾ നീരസം തോന്നിയ മെയിൽ നഴ്സ് ദേഷ്യത്തോടെ കുത്തിവെച്ചതാണ് കാൽ തളർന്നു പോകാൻ കാരണമെന്നാണ് വിദഗ്ധ ചികിത്സയിൽ വീട്ടുകാർക്ക് മനസ്സിലായത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകി. അന്വേഷണം അട്ടിമറിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ഹൃദ്യ അശോക് കുമാർ, മെയിൽ നഴ്സ് പ്രജീഷ് KP എന്നിവർക്കെതിരെ കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഒരു നായയുടെ വില പോലും ഞങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയിൽ അവിടെ എല്ലായിടത്തും പോയി ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തുതരാൻ ഒരാളും നമുക്കൊരു ചെയ്തുതരാ ഓക്കെ എന്നൊക്കെ പറയും. പിന്നീട് എല്ലാവരുടെ സ്വഭാവം മാറണം. എന്താന്ന് നമുക്കൊരു പിടുത്തല്ല. മാത്രമല്ല, കുറ്റാരോപിതനായ നഴ്സിനെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയാണ് നടപടിയെടുത്തത്. കുട്ടിക്ക് ചികിത്സ പോലും നൽകാൻ നടപടി സ്വീകരിക്കുന്നില്ല ആരോഗ്യവകുപ്പ്. പുതിയൊരു സൈക്കിളിന്റെ മോൻക്ക് മേടിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചാൽ മോനെ എപ്പോഴും വന്ന് ഓടിക്കണം എന്നറിയും. പക്ഷെ ഓടിക്കാൻ പറ്റില്ല കുട്ടിക്ക്. ഞങ്ങൾ മാറ്റി വെച്ചാൽ അവിടേക്ക്. ലക്ഷങ്ങൾ ചികിത്സയ്ക്കായി ചെലവായി കഴിഞ്ഞു. സാമ്പത്തികമായി തകർന്നു ഈ കുടുംബം. ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അതേസമയം തന്നെ കുറ്റാരോപിതർ ഇപ്പോഴും മറ്റൊരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ആദ്യമേ പറയുകയാണ്, ഇതൊരു ഒറ്റപ്പെട്ട റിപ്പോർട്ടല്ല. നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മളിലേക്കൊക്കെ ഈ പിഴവ് പല രൂപത്തിൽ എത്തിയേക്കാം. അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത കൂടി തേടുകയാണ്. ഈ കുടുംബത്തിനും ഈ കുഞ്ഞിനും നീതി വേണം. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സർക്കാർ അതിവേഗം ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കണമെന്ന് ആമുഖത്തിൽ ഒരു അപേക്ഷയോടുകൂടി തന്നെ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. കുട്ടിയുടെ പിതാവ് ഷാഫി അലി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. MK ഹരിദാസ് ദി പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധിയുമുണ്ട്. പ്രിയ പ്രേക്ഷകർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് പ്രതികരണം അറിയിക്കാം. ആദ്യം ഷാഫിയിലേക്ക്. ഷാഫി, വല്ലാത്തൊരു ദുരവസ്ഥയാണ് കേരളം കേട്ടത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്നൊന്ന് വിവരിച്ചാൽ കൊള്ളാമായിരുന്നു. അറിയാനാണ്. കാരണം തലവേദനയുടെ പേരിൽ ഒരു ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ നൽകുന്ന മരുന്ന് ഒരു കുഞ്ഞിൻ്റെ കാല് തളർത്തുന്നു എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാനേ ആകില്ല. അത് കേൾക്കുന്ന ഞങ്ങൾക്കിതാണ് ഉള്ളിൽ വേദനയെങ്കിൽ അത് അനുഭവിക്കുന്ന നിങ്ങൾക്കുണ്ടായ ആ ഒരു അനുഭവം ഒന്ന് നേരിട്ട് വ്യക്തമാക്കിയ. പറഞ്ഞ പോലെ തന്നെ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു അസുഖം, തലവേദന എന്ന് പറയുന്ന ഒരു അസുഖം അല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ തലവേദനയ്ക്ക് വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്നത് കാല് തടർന്നത്, അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സങ്കടമാണത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് തലവേദനക്ക് വേണ്ടിയിട്ട് പോയി അവിടെ പോയ സമയത്ത് തന്നെ ആശുപത്രിയിൽ കുട്ടി ഛർദ്ദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെയുള്ള ഡോക്ടർ ഹൃദ്യ രണ്ട് ഇഞ്ചക്ഷൻ എഴുതി കൊടുക്കുകയും ചെയ്തത്. അതിലൊരു ഇഞ്ചക്ഷൻ മെയിൽ നഴ്സ് കയ്യിൽ അടിക്കുമ്പോൾ, വലത് കയ്യിൽ അടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വീർത്ത് വന്നു. അത് കറക്റ്റ് അല്ല അടിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ എന്റെ വൈഫ് പറഞ്ഞു അയാളോട്, ഇത് ഇങ്ങനെ അല്ലാതെ എന്തുകൊണ്ടാണ് വീർത്ത് വരുന്നത് ചോദിച്ചപ്പോ അത് ഊരി എടുത്തിട്ട് ഇപ്പുറത്തെ കയ്യില് കറക്റ്റായി അടിച്ചു. അതിനുശേഷം ബട്ടക്സിലാണ് അടിക്കുന്നത്. ആ ഇഞ്ചക്ഷൻ അടിക്കുമ്പോ തന്നെ എന്റെ മകൻ പറഞ്ഞു പതുക്കെ അടിക്കണം, വേദന എടുക്കും, പതുക്കെ അടിക്കണം എന്ന് പറഞ്ഞപ്പോ അയാൾ എന്തോ ഒരു ദേഷ്യത്തില് സിറിഞ്ച് വലിച്ചെറിയ, എന്തോ ഒരു നഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ല അവിടെ ചെയ്തത്. അങ്ങനെ എന്റെ വൈഫ് പിന്നെയും തിരിച്ച് വിളിച്ചു കൊടുന്ന് ആ വരവിൽ അയാൾ ദേഷ്യത്തില് അത് ആഞ്ഞു കുത്തുകയും ആ അടിച്ച അപ്പൊ തന്നെ എന്റെ മോന്റെ കാൽപാദം അടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അതായത് വീണ്ടും വിളിച്ച് നഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടു കൂടി വന്ന് മരുന്ന് കുത്തിവെക്കുകയാണ് ഉണ്ടായതല്ലേ? അതെ, കാരണം ഓൾറെഡി ആ സിറിഞ്ച് എറിഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും ദേഷ്യം അല്ലാതെ ഇരിക്കില്ലല്ലോ. ഒരു നഴ്സ് സിറിഞ്ച് അവിടെ ഇട്ടിട്ട് പോവാന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു നഴ്സുമാരുടെ എത്തിക്സിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങളാണ്. അതായത് കുഞ്ഞിന് മറ്റ് അസുഖങ്ങളോ ഒന്നും വേറെ ഇല്ലായിരുന്നല്ലോ അല്ലേ? വേറെ അസുഖങ്ങളൊന്നും മോനില്ലായിരുന്നല്ലോ? തലവേദനയ്ക്കാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതല്ലേ? അതെ, തലവേദനക്കാണ് പോയത്. മറ്റ് അസുഖങ്ങളൊന്നും കുഞ്ഞിനില്ലായിരുന്നല്ലോ?
ക്ലിയർ അല്ല. ഷാഫി, അതായത് മറ്റ് അസുഖങ്ങളോ ഒന്നും കുഞ്ഞിന് ഈ തലവേദനയുടെ പെട്ടെന്നുണ്ടായ ഒരു തലവേദനയുടെ ഭാഗമായിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് പോകുന്നത്, മറ്റൊരു രോഗവും കുഞ്ഞിനില്ലല്ലോ? ഇല്ല, മറ്റൊരു രോഗം ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോ ചെറിയൊരു പനി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ ഡോക്ടറെ കാണാൻ ടോക്കൺ എടുക്കുന്ന സമയത്ത് കുട്ടിയെ ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഛർദ്ദിക്ക് കൊണ്ടുള്ള മരുന്ന് കൊടുത്തത്. പിന്നീട് കാലിന്റെ അവസ്ഥ എങ്ങനെ മാറി? കേട്ടില്ല. പിന്നീട് കാലിന്റെ അവസ്ഥ മോശാവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയൂ. പിന്നീട് കാലിന്റെ ശേഷി, നടക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? എപ്പോഴായിരുന്നു? അത് തന്നെ ഈ ഡോക്ടർ, ഈ മെയിൽ നേഴ്സ് ഇഞ്ചക്ഷൻ വന്ന് അടിച്ചല്ലോ, ബട്ടക്സില് വന്നിട്ട് കുത്തിയിട്ട് ആ മരുന്ന് ആഞ്ഞടിച്ചല്ലോ. അപ്പൊ തന്നെ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം കുട്ടി ചെരുപ്പ് ഇട്ടിട്ടുള്ളത്, ആ ചെരുപ്പ് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ കുട്ടിക്ക് ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല. ആ കുട്ടി അപ്പൊ തന്നെ നടക്കുന്നില്ല. നടക്കച്ചാല് കാല് പൊന്തിച്ച് വെച്ചിട്ട് വീഴാൻ പോവാണ്, നടത്തില്ല. അപ്പൊ തന്നെ അവിടെ ആ ഡോക്ടറും ആ മെയിൽ നേഴ്സും ഉണ്ട്. അവരോട് ഞങ്ങൾ കാര്യം പറഞ്ഞു. വൈഫ് കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞത് സ്വാഭാവികമായിട്ട് വരുന്ന ചില കുട്ടികൾക്ക് സൈക്ലോപാം ഇഞ്ചക്ഷൻ അടിക്കുമ്പോ ഇത് നോർമലായിട്ട് വരും. ഇപ്പോൾ എത്ര നാളായി ഈ ബുദ്ധിമുട്ടുണ്ട്? എത്ര നാളായി നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഷാഫി? ഡിസംബർ 1 സംഭവം നടക്കുന്നുണ്ട്. ഡിസംബർ 1 മുതൽ ഇന്ന് വരെ ഇപ്പൊ ഇതാണ്. ഇപ്പൊ ഒരു സ്പ്ലിൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ഷൂ ഇട്ടിട്ടാണ് നടക്കുന്നത്. അതില്ലെങ്കിൽ ആ കാൽപാദം വീണ് കിടക്കുകയാണ്, താഴത്തേക്കായിട്ട് വീണ് കിടക്കുകയാണ്. ഇപ്പൊ ഒരു സ്പ്ലിൻഡർ എന്ന് പറഞ്ഞ ഷൂന്റെ തളർന്നു പോവുകയാണ്. അതെ, തളർന്ന് കിടക്കുകയാണ്, തളർന്നേക്കാണ്. കാരണം അത് ഞരമ്പ് ഡെഡായി കിടക്കല്ലേ. പിന്നീട് ആശുപത്രി അധികൃതരെ സമീപിച്ചപ്പോൾ ഷാഫി, പിന്നീട് ആശുപത്രി അധികൃതരെ സമീപിച്ചപ്പോൾ അവരെന്താണ് മറുപടി നൽകിയത്? ഞങ്ങൾ അവരൊക്കെ സമീപിച്ചു. ഞങ്ങൾ DMO അടുത്ത് പോയിരുന്നു. ഞങ്ങള് മറ്റേ താലൂക്ക് ആശുപത്രി, ചാവക്കാട് താലൂക്ക് ആശുപത്രി പോയിരുന്നു. കാരണം ഞങ്ങള് പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഡോക്ടേഴ്സ് പറയുന്നത്, ഞങ്ങള് കോഴിക്കോട് പോയി, പെരിന്തൽമണ്ണയിൽ പോയി, അമൃതയിൽ പോയി, അവരെല്ലാരും പറയുന്നത് ഇതിനാകെ ചികിത്സ എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പിൽ എന്താണ് പരാതി കൊടുത്തത്? ആരോഗ്യവകുപ്പിനെ അറിയിച്ചോ? ആരോഗ്യവകുപ്പിൽ ഞങ്ങള് പരാതി കൊടുത്തു. ഞങ്ങൾ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ MK ഹരിദാസിലേക്ക് പോകും മുമ്പ് ഒരു കോളൊന്ന് എടുത്ത ശേഷം ഞാൻ അതിഥികളിലേക്ക് എത്താം. ഷബീർ കയ്പമംഗലത്തു നിന്നും ഒരു പ്രേക്ഷകൻ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ഷബീർ പറഞ്ഞോളൂ, റിപ്പോർട്ട് കണ്ടെങ്കിൽ. ഹലോ, നമസ്കാരം. അതെ, ആശുപത്രി സംരക്ഷണ നിയമം 2023 സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കിയത് ഇപ്പൊ ഒരു ലൂപ്പ് പോയിട്ടായിട്ടാണ് ഈ ആരോഗ്യ പ്രവർത്തകർ കാണുന്നത്. അപ്പൊ ഈ സാധാരണ ജനങ്ങൾക്ക് എന്തും സംഭവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, അവര് പ്രതികരിക്കൂല എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് ചാവക്കാട് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ. അവിടുന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നും പറഞ്ഞിട്ട് വീടിന് തൊട്ടടുത്ത് ഒരു 45 മിനിറ്റ് ദൂരം മാത്രമുള്ള ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിനേലും നല്ലത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് സ്വന്തം വീടിന്റെ പരിധിയില്, അതായത് വെള്ളിക്കുളങ്ങരയെ തന്നെ ഒരു താലൂക്ക് ആശുപത്രി പണിതിട്ട് അദ്ദേഹത്തിന് ജോലി സ്ഥിരാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ സംരക്ഷണ നിയമങ്ങൾ വരുന്നത് എല്ലാവർക്കും സംരക്ഷണം വേണം. അത് ആരോഗ്യ പ്രവർത്തകരായാലും അവിടെ ചികിത്സ തേടുന്ന സാധാരണക്കാർക്കും ഒരേപോലെ സംരക്ഷണം കിട്ടണം. ഈ പിഴവ് വന്നു എന്നുള്ളത് 100% ശരിയായ ഒരു കാര്യമാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഷബീർ, താങ്കളുടെ ബോധ്യങ്ങൾ പങ്കുവെച്ചതിന്. ശ്രീ MK ഹരിദാസ്, എത്രയോ സംഭവങ്ങൾ ഇതേ ഫ്ലോറിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രീ MK ഹരിദാസ്, അങ്ങേക്ക് നന്നായിട്ട് ഓർമ്മ കാണും. എന്നിട്ട് കൂടി ഈ സിസ്റ്റത്തിൽ നിന്നും ഇങ്ങനെ ഉണ്ടാകുന്ന പിഴവുകൾ ഗവനിക്കുക പോലും ഈ ആരോഗ്യവകുപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നും കരുണയാണ് ലഭിക്കേണ്ടത്, അത് അങ്ങേയറ്റം ഒന്നും വേണ്ട. പക്ഷേ ഇങ്ങനെ ഒരു ബോധ്യം വരുന്നു, അത് ഒരു കൈപ്പിഴയായി മാറുകയും വലിയ വില ആ കുഞ്ഞിന്, എത്രയോ വർഷങ്ങൾ ആ കുഞ്ഞിനി നടക്കേണ്ടതാണ്. ആ കുഞ്ഞിനി ഒന്നും ഉണ്ടാകരുത് എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. അതിന് അടിയന്തരമായ ഇടപെടൽ വേണം. അതുപോലും ഒരു സർക്കാർ സംവിധാനം ഒന്ന് മാനിക്കുന്നത് പോലും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് മറുപടി ശ്രീ MK ഹരിദാസ്?
ഈ ചാവക്കാട് ആശുപത്രിയിൽ നിന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്കുള്ള ദൂരം 11 കിലോമീറ്റർ ആണ്. കാരണം ഇതിന്റെ ഇടയിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ 11 കിലോമീറ്ററിലെ മലങ്കര ആശുപത്രിയിലെ വിഷയം നമ്മൾ ഒരു 10 ദിവസം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന പ്രതീക്ഷ ഓർമ്മ ഒരു പല്ല് പറിക്കാമെന്ന കുട്ടിയുടെ മൃതദേഹം ആ വീട്ടിലേക്ക് മുണ്ടൂർ സ്വദേശിനിയുടെ ആ കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിടിച്ച് പല്ല് പറിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ആശുപത്രി വിശ്വസിച്ചിട്ട്. പിന്നീട് ആ കുഞ്ഞിന്റെ മൃതദേഹമാണ് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ചാവക്കാട് ആശുപത്രിയിലേക്കുള്ള ദൂരം കണക്ക് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല പ്രതീക്ഷ. എല്ലാം നമ്മൾ പറയില്ലേ, ഒരുപാട് സംഭവങ്ങൾ കൂടിയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു ചെറിയ 3 ഉദാഹരണങ്ങൾ പറയാൻ എന്നെ പ്രതീക്ഷ സമ്മതിക്കണം. അതായത് കൃത്യം പറഞ്ഞാൽ 2016 ഒക്ടോബറിലെ ഈ എറണാകുളം മറ്റേ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിനി ഷംനയുടെ മരണം പ്രതീക്ഷ ഓർമ്മ ഉണ്ടാവും. ഷംന ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് ആ കുട്ടിക്ക് പനി വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ആ സ്ഥിതിഗതികൾ വഷളാവുകയും അവിടെ തന്നെ വെച്ചിട്ട് ആ കുട്ടി 24 മണിക്കൂറോളം മരിക്കുകയും ആ മരിച്ച കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കൃത്യമായിട്ട് ഇത് മെഡിക്കൽ നെഗ്ലിജൻസി ആണെന്ന് പറയുകയും ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 7.3 വർഷം കഴിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് നിയമത്തിന് ആ കുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടിയ പിതാവ് ഈയിടെ മരണപ്പെട്ടു എന്നാണ് ഞാൻ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ശിക്ഷയും ആ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അവരൊക്കെ ഈ പറഞ്ഞ മാതിരി ഇപ്പോ നിങ്ങൾ ചാവക്കാട് ആശുപത്രിയിലെ നഴ്സിനെ അവരുടെ വീടിന്റെ അടുത്തേക്ക് മാറ്റിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച അതേ സർക്കാർ സിസ്റ്റം തന്നെ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഉന്നത പദവിയിൽ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്തത് 2017 ഓഗസ്റ്റിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരാൾക്ക് മുരുകൻ, അദ്ദേഹം നമ്മുടെ നെയ്യാറ്റിൻകര സ്വദേശിയായിരുന്നു, വേണമെങ്കിൽ തമിഴ്നാട് ബോർഡറിന് അപ്പുറത്താണ്, തമിഴ്നാട്ടുകാരനാണെന്ന നിലയ്ക്കാണ് അന്ന് ചിത്രീകരിച്ചത്. ഈ വ്യക്തിയെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ആംബുലൻസ് ഡ്രൈവറായുള്ള സ്വന്തം റിസ്കില് 11 ആശുപത്രികളിൽ കാണിച്ചു. അതായത് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പുള്ള 11 സർക്കാർ ആശുപത്രികളിൽ ഈ ആക്സിഡന്റ് പറ്റിയ ആളെ കൊണ്ടുപോയി. ഒരു ആശുപത്രി പോലും ആ മനുഷ്യനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ എത്തിയപ്പോൾ എന്താണെന്നറിയോ, അവിടെ വെന്റിലേറ്റർ ഇല്ല. അതായത് VIP-കൾക്ക് വേണ്ടി റിസർവ് ചെയ്ത 3 വെന്റിലേറ്ററുകൾ മാത്രമേ ഉള്ളൂ. അതിൽ സാധാരണക്കാരെ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ഈ രോഗി ആംബുലൻസിൽ വെച്ച് മരണമടയുകയും ചെയ്തൊരു സംഭവം കേരളത്തിൽ നടന്നിട്ട് ഏകദേശം 9 വർഷമായി. അതിലും ആരുടെ ഭാഗത്ത് ഈ 11 ആശുപത്രിയിലെ ഈ കേസ് അറ്റൻഡ് ചെയ്യാത്ത ഡോക്ടർമാർക്കെതിരെയൊക്കെ കേസ് എടുത്തിരുന്നു. ആരും ശിക്ഷിക്കപ്പെട്ടതായിട്ട് ഇന്ന് വരെ എന്റെ അറിവിലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തേവയ്ക്കൽ സ്വദേശി ഒരു ജെറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സർക്കാർ ആശുപത്രിയിൽ രാത്രി വയറുവേദനയായിട്ട് ചെന്നിട്ട് അവിടെ കൃത്യമായിട്ട് ചികിത്സ കിട്ടാതെ മരിച്ചിട്ട് ഏകദേശം 11 വർഷമായി. അവിടെയും ആർക്കും എതിരായിട്ട് ഒരു ശിക്ഷാ നടപടികളും ഉണ്ടായിട്ടില്ല. ഈ ഷംനയുടെ പ്രായം 22 വയസ്സാണെന്നും അവർ കൃത്യം 2 വർഷം കഴിഞ്ഞ ഒരു MBBS ഡോക്ടറും അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ ഒരു PG ഡോക്ടറുമായിട്ട് ഇന്ന് ആ കുട്ടിക്കെതിരെ നെഗ്ലിജൻസി കാണിച്ചവരുടെ കൂടെ നിന്ന് പലരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഡോക്ടറായി മാറേണ്ട അവസ്ഥയില് ഒരു മെഡിക്കൽ ഈ കപ്പൽ ഉലയില്ല, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ടെന്ന് ആർജവത്തോട് നിയമസഭയിൽ പറഞ്ഞ ആരോഗ്യവകുപ്പ് മനസ്സിലാക്കേണ്ടത് ഈ ജീവിതങ്ങൾ പലതും ഉലഞ്ഞു പോകുന്നുണ്ട്, കെട്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഈ ആരോഗ്യവകുപ്പിന്റെ പ്രയോറിറ്റി എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ശ്രീ MK ഹരിദാസ്, നമുക്കറിയാം നമ്മുടെ പല സംഭവങ്ങളും, നമ്മൾ കോഴിക്കോടായാലും കത്രിക വയറ്റിൽ പോയ സംഭവം, അതിലേറ്റവും ഒടുവിലായി ആ ഇരയ്ക്ക് നീതി ലഭിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്നാണ് എങ്ങനെയൊക്കെ സെക്രട്ടേറിയറ്റിന്റെ നടയിലേക്കടക്കം പോയി സമരം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഈ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ നിയമങ്ങൾ നേരെ ഡോക്ടർമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഏകപക്ഷീയമായി മാറാൻ പാടില്ല. ആരോഗ്യവകുപ്പ് കൃത്യമായി എന്തുകൊണ്ട് ഇടപെടാതെ പോകുന്നുണ്ട്? ഈ കുടുംബത്തിന് മുന്നിൽ ഇനി എന്ത് കരുണയാണ് ഇനി ശേഷിക്കുന്നത്? ശ്രീ ഹരിദാസ്, നോക്കൂ, ആശുപത്രികളിൽ സ്വകാര്യ ആശുപത്രികളാവട്ടെ സർക്കാർ ആശുപത്രികളുടെ ആവട്ടെ എല്ലാ കോറിഡോറിലും വളരെ വെണ്ടയ്ക്കക്ഷരത്തിൽ ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ റൂളും വകുപ്പും എഴുതിയിട്ട് ഡോക്ടർമാരെയും അവിടെയുള്ള നേഴ്സുമാരെയും പ്രൊട്ടക്ഷൻ ചെയ്യുന്ന വിധത്തില് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്ന രോഗികളുടെ കാര്യത്തില് എന്ത് പ്രൊട്ടക്ഷനാണ് ഈ ഡോക്ടർമാരിൽ നിന്നും നേഴ്സുമാരിൽ നിന്നും ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്, ഇവർക്ക് ഈ പറയുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ നികുതിപ്പണമാണ്. ഇപ്പൊ സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ നമ്മൾ OP ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയാണ് ആശുപത്രി നടന്നു പോണത്. പക്ഷെ പൊതുജനങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടേണ്ട സംരക്ഷണത്തെ കുറിച്ചിട്ട് ഒരു ഭാഗത്തും ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്ത പ്രതീക്ഷ, ഞാൻ അതിന്റെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഈ മെഡിക്കൽ നെഗ്ലിജൻസി വഴി എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് നമ്മളൊരു അന്വേഷണം നടത്തിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ഡോക്ടറോ ഒരു നേഴ്സോ പോലും ഇതുവരെ ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിലെന്നല്ല, കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടോ അവരുടെ കയ്യിൽ നിന്നൊരു പൈസ എടുത്ത്
എടുത്തിട്ട് ഈ മെഡിക്കൽ നെഗ്ലിജൻസി നേരിടേണ്ടി വന്ന പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ള ചരിത്രമോ ഉണ്ടായിട്ടില്ല. കൊടുത്തിട്ടുള്ളതൊക്കെ സർക്കാർ ഖജനാവിൽ നിന്നും ഇവർക്കൊക്കെ കുറേശ്ശെ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. കത്രിക മറന്നു വെച്ചിട്ടുള്ള തുടരുക. ഒരു പ്രേക്ഷകന്റെ ചാവക്കാട് എന്നുള്ള പ്രേക്ഷകനാണ് പ്രതികരിക്കാൻ ചേരുന്നത്. അവിടെയുള്ള ആളുകളായതുകൊണ്ട് തന്നെ സുരേഷ് കുമാർ, എന്താണ് പങ്കുവയ്ക്കാനുള്ളത് താങ്കൾക്ക്? ഇതിപ്പോ പറയുന്നത് നമ്മളെ ഇപ്പൊ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് ഇപ്പോ ചുരുക്കി പറയുമ്പോൾ ഒരു സുഹൃത്ത് ഇപ്പോ മുൻപ് പറഞ്ഞു, ഒരു 10 വർഷക്കാലമായിട്ട് നമ്മളെ ആരോഗ്യ മേഖലയിൽ നമ്മളെ പൊതുജനങ്ങളുടെ ആരോഗ്യം മാത്രം സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഇപ്പോ ഡോക്ടറെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ആരുടെ കയ്യിൽ നിന്നോ ഒരു പിഴവ് പറ്റിയാൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും. പക്ഷെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഒരു വിധത്തിലും യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നുമില്ല. മറ്റുള്ളവർ നമ്മളിപ്പോ ചുരുക്കി പറയാം, ഇപ്പോ നമ്മളെ വീണ എന്ന് പറയുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഇതിന്റെ ഇത് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഇതിനൊരു കപ്പിത്താനുണ്ട്, ആ കപ്പിത്താൻ ആടിയിലില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾക്ക് ഒരുപാട് ഹരം കൊള്ളിച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. പക്ഷേ ഈ ആരോഗ്യവകുപ്പിൽ ഇപ്പൊ നടക്കുന്നതെല്ലാം നമ്മളെ സംസ്ഥാനത്ത് മൊത്തമായിട്ട് നടക്കുന്നതെല്ലാം വളരെ മോശമായ അഭിപ്രായങ്ങളാണ്. ശരി, സുരേഷ് കുമാറാണ്. ശരി, വ്യക്തമാണ് ശ്രീ സുരേഷ്. ബിജു കൊടുങ്ങല്ലൂരിൽ നിന്നും ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ബിജു പറഞ്ഞോളൂ. നമ്മൾ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിയത്തിലെ അംഗങ്ങളായിരിക്കും. അതാണ് ഇങ്ങനെ ഈ കുട്ടിക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അവരൊരു ഇത് നടത്താതിരിക്കുന്നത്. അതാണ് എൻ്റെ എല്ലാ നമ്മുടെ നേഴ്സായാലും പോലീസായാലും ഏത് വകുപ്പിലുള്ള യൂണിയൻ സംവിധാനം തന്നെ കൂടെ അവസാനിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ശാപം നമ്മുടെ നാടിന്റെ. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. കുട്ടികളുടെ പ്രതികരിച്ചത് ശ്രീ ഷാഫി. അതായത് ഇനി എന്താണ് മോന്റെ കാര്യത്തിൽ കൃത്യമായും ഒരു പ്രതീക്ഷ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇനി ഇടപെടൽ വേണം. അതിനൊക്കെ ഇനി മുന്നോട്ടുള്ള ചികിത്സകൾ, തുടർ ചികിത്സകളൊക്കെ വേണം. ഈ സംവിധാനത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണോ, അതോ പുതിയ മറ്റെന്തെങ്കിലും ചികിത്സയ്ക്കുള്ള സാധ്യത മറ്റ് ഏതെങ്കിലും ആശുപത്രികളുമായിട്ടോ ഒക്കെ കൺസൾട്ട് ചെയ്തോ, ആരോഗ്യ വിദഗ്ധരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തോ? ഇനി എന്താണ് നിങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള അടുത്ത നീക്കങ്ങൾ? ഞങ്ങള് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോ കോഴിക്കോട് ബേബി മെമ്മോറിയൽ കൺസൾട്ട് ചെയ്തു, മിംസ് കോട്ടക്കല് കൺസൾട്ട് ചെയ്തു, അമൃതയിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ പെരിന്തൽമണ്ണയില് ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടറെ കണ്ടിരുന്നു. ഞങ്ങൾ മിക്ക വലിയ വലിയ ഡോക്ടേഴ്സിനൊക്കെ ഞങ്ങള് നേരിട്ട് കണ്ട് സംസാരിച്ചു. അവരെല്ലാരും പറയുന്നത് ഇതില് ഒരു ഞരമ്പിന് തളർച്ച വന്നേക്കാണ്, അത് ടെമ്പററി ഡെഡായി കിടക്കുകയാണ്. അത് ഇതിനാകെ ചികിത്സ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി ലോങ് ടേം ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഡെയിലി ഫിസിയോതെറാപ്പി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം 6-8 മാസം കഴിയുന്ന ഉള്ളില് ഈ ഞരമ്പ് ആക്റ്റീവായിട്ട് വരണം. എന്നാലാണ് ബാക്കിയുള്ള തുടർ ചികിത്സ എത്രത്തോളം ഈ ഞരമ്പ് ഇനി സക്സസ് ആവും, എത്ര % സക്സസ് ആവും എന്ന് അറിയണമെങ്കിൽ ഈ ഞരമ്പ് ആക്റ്റീവായി വരണം. അപ്പൊ അതിന് ലോങ് ടേം ആയിട്ട് ഫിസിയോതെറാപ്പി കൊടുത്തോണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതിനായിട്ട് ഇപ്പൊ ഞാനിപ്പോ അവിടുത്തെ ഗൾഫിൽ നിന്ന് ജോലി വിട്ടിട്ടോട് വന്നിരിക്കുകയാണ്. ഞാനിപ്പോ 2 മാസം ആവാറായി. വൈഫിനും ജോലിയില്ല, അതിനായിട്ട് വന്നിരിക്കണം. തീർച്ചയായും. പ്രഭാകരൻ ബംഗളൂരിൽ നിന്നൊരു പ്രേക്ഷകനുണ്ട്. പ്രഭാകരൻ പറഞ്ഞോളൂ. പേഷ്യന്റിന്റെ പേരൻസിന് ദയവായിട്ട് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ കാണാൻ വേണ്ടി ആവശ്യപ്പെടും. ദയവായിട്ട് പ്ലീസ്. ഹലോ, പറഞ്ഞോളൂ. കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പേഴ്സണലി കാണാൻ ആവശ്യപ്പെടും. ശരി, വ്യക്തത കുറവുണ്ട് ശ്രീ പ്രഭാകരൻ. ശ്രീ MK ഹരിദാസ്, സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇത് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ആരെ സമീപിക്കണം? കാരണം ആശുപത്രികളും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒക്കെ കൈകഴുകുകയാണ് ശ്രീ MK ഹരിദാസ്. ഇനി എത്ര കാലമൊന്നും കാത്തിരിക്കാൻ കഴിയുകയില്ല. അടിയന്തരമായിട്ട് ഈ കുഞ്ഞിന് ചികിത്സ വേണം. ആ കുടുംബത്തിന്റെ ദുരവസ്ഥ പറഞ്ഞുവല്ലോ. ഉള്ള ജോലി അവിടെ നിന്ന് കളഞ്ഞ് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ പിതാവ്. ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ കാണും. അവർക്കൊക്കെ എവിടെ പോകണം, സമീപിക്കണം, ആരെ സമീപിക്കണം ഒന്നൊന്നും അറിയാതെ നട്ടം തിരിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അവർക്കൊക്കെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ച് ഒരു മെയിലാണ് അയച്ചിരിക്കുന്നത് ഈ കുടുംബം. അപ്പോൾ വ്യക്തമായും ഇതൊക്കെ മോണിറ്റർ ചെയ്യപ്പെടാൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ബോധപൂർവം ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയുടെ ഓഫീസൊക്കെ കണ്ണടയ്ക്കുകയാണോ? എന്താണ് ശ്രീ ഹരിദാസ് സംഭവിക്കുന്നത്? എന്താണ് അവർക്കൊരു പോംവഴി പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ?
നോക്കൂ, ഡോക്ടർമാർക്ക് സംഘടന ഉണ്ട്, KGMO. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് അവിടുത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് സംഘടന ഉണ്ട്, നേഴ്സുമാർക്ക് സംഘടന ഉണ്ട്. അസംഘടിതരായ ഒരു ജനത്തിന് നേരെ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കയ്യിൽ നിന്നും വരുന്ന ആരോഗ്യ പ്രശ്നം നോക്കൂ, മാനവരാശിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്, മറ്റൊന്നുമല്ല. അതിനെ സംരക്ഷിച്ചു നിർത്തേണ്ട പൂർണ്ണമായ ചുമതല ആരാണോ സംസ്ഥാനം ഭരിക്കുന്നത്, ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആരോഗ്യ വകുപ്പിന്റെ ചുമതലയാണ്. അതിനെ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ടെന്നും ആ കപ്പൽ ആടി ഉലയില്ല എന്നുള്ള ഡയലോഗുകളൊന്നും അല്ല വേണ്ടത്. ഇവിടെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ അവർ അധികാരമേറ്റതിന് ശേഷം ഇതുവരെയ്ക്ക് എന്ത് നല്ല കാര്യം ചെയ്തു എന്ന് ചോദിച്ച് വിരൽ മടക്കാനുണ്ടെങ്കിൽ 1 or 2 നല്ല കാര്യങ്ങൾ പോലും ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ കുഞ്ഞിന്റെ കാര്യത്തിന് ഇത് ആ പിതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവർക്കൊരു നിവേദനം സമർപ്പിക്കാൻ ശ്രമിക്കൂ. നമുക്ക് അടുത്തൊരു ചർച്ചയ്ക്ക്, ഇത്തരത്തിലൊരു മെഡിക്കൽ നെഗ്ലിജൻസുമായ ഒരു ചർച്ചയ്ക്ക് എന്തുണ്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പ്രതീക്ഷത്തിൽ ഒരു കാര്യം ചിന്തിക്കണം, ഇവിടെ ഒരു IMA എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കോടിക്കണക്കിന് ഉറുപ്പിക അവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എല്ലാ വർഷവും ധനസഹായം ലഭിക്കുന്ന ഒരു സംഘടനയാണ്. ഈ ഒരു സംഘടന ഇവിടെ ഇത്തരം കാര്യങ്ങളിലെ കൃത്യമായ മാർഗനിർദ്ദേശം, ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് എവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം, ഇത് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള അഡ്വൈസ് നൽകത്തക്ക തോതിലുള്ള ഒരു എന്തെങ്കിലും സംവിധാനം ഈ IMAക്ക് ഉണ്ടോ? ഇപ്പൊ ഈ KGMOയിലത്തെ ഈ ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തിട്ട് അവരെ വല്ല ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പൂർവ്വസ്ഥിതിയിൽ അവിടെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ IMA ഇടപെട്ടിട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അല്ലാതെ ഈ IMA എന്ന് പറയുന്ന സംഘടന അതായത് എറണാകുളത്തുള്ള അവരുടെ IMAയുടെ പ്രധാനപ്പെട്ട കൺവെൻഷൻ സെന്ററിൽ ബാർ നടത്തുകയാണ്. അതായത് മദ്യപിക്കരുത് എന്ന് ഉപദേശിക്കുന്ന അതേ ഡോക്ടർമാർ തന്നെ ബാർ നടത്തിയിട്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ IMA എന്ന സംഘടന ചെയ്യുന്നത്. ഇതാണോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രാഥമിക ചുമതല? ഇത്തരത്തിലുള്ള അവശരും നമുക്ക് പറയില്ലേ, മറ്റുള്ളവരാൽ സഹായം ലഭിക്കാത്തവരുമായ ആൾക്കാർക്ക് എന്ത് സഹായം ചെയ്യണം എന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശം എന്തുകൊണ്ട് ഈ IMA മുതലായ സംഘടനകൾ, ഈ KGMO മുതലായ സംഘടനകൾ ആശുപത്രിയിൽ എഴുതി വെക്കുന്നില്ല? നിങ്ങൾക്ക് ഈ ആശുപത്രിയിൽ നിന്ന് കൃത്യമായ ചികിത്സ ലഭിക്കാത്ത പക്ഷം നിങ്ങൾ ഇന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തുടർ ചികിത്സകൾ വേണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകൂ. ഏതെങ്കിലും ആശുപത്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട്? പ്രധാനമായിട്ടും ഇവരൊക്കെ യൂണിയനുകൾ, അവരവരുടേതായ യൂണിയനുകൾ സംരക്ഷിക്കും. സാധാരണക്കാരായ അസംഘടിതരായ അവർക്ക് സംഘടന ഇല്ല. അവരെന്ത് വേണം? ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായാലും പോലീസിൽ നിന്നുള്ള അനീതിയായാലും റേഷൻ കിട്ടാതെ ആയാലും അത് അവർ സ്വയം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെടുക. അതിനുശേഷം അതിനെയൊക്കെ ന്യായീകരിച്ചിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൃത്യമായിട്ടുള്ള ലോബികൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അതിന്റെ ഒരു ദൂഷിത ഫലമാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കിട്ടാത്ത പ്രശ്നം പ്രതീക്ഷ തന്നെയാണ് 2 ആഴ്ച മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. അത്തരം ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഓരോ ആശുപത്രിയും ഓരോ മാതൃകയാകേണ്ട ഓരോ ആശുപത്രികളിൽ നിന്നും നമ്മൾ രാത്രി 12 മണിക്ക് വൈകിട്ട് 7 മണിക്ക് ശേഷം സർക്കാർ ആശുപത്രികളിലെ നമ്മൾ നേരിട്ടായാലും എന്തെങ്കിലും രോഗിയെയും കൊണ്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും മോശമായ പെരുമാറ്റം അവരുടെ നേഴ്സുമാരിൽ നിന്നാണ്. അതിപ്പോ ഇവിടെ ഈ കുഞ്ഞിന്റെ അച്ഛനത് പറയുന്നതിന് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവർക്ക് ഭയങ്കര ശുണ്ഠിയാണ്. അവരങ്ങോട്ട് പറയുന്നത് ഒന്നും കേൾക്കില്ല. അവിടെ കുഞ്ഞുങ്ങളാണെന്നോ മുതിർന്നവരാണെന്നുള്ള പരിഗണന നൽകില്ല. ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാലാഖമാരാണ്. കാരണം സാധാരണക്കാരൊക്കെയാണ് നമ്മൾ മറ്റ് ആശയത്തെ ഈ സംവിധാനങ്ങളെ ആതുരാലയത്തിലേക്ക് സമീപിക്കുന്നത്. അവിടെ പോയി ഹുങ്ക് കാണിക്കുകയാണ്. അവരോ എടുത്തു തരുന്നത് പോലെയാണ് അവിടുത്തെ പല ആളുകളുടെയൊക്കെ തന്നെ പെരുമാറ്റം കാണുമ്പോൾ. തിരിച്ചെന്തെങ്കിലും സംശയം ചോദിച്ചാൽ അത് കേൾക്കില്ല, അല്ലെങ്കിൽ മുഖമടച്ചുള്ള മറുപടിയൊക്കെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാകും. അപ്പോഴാണ് ഈ ആരോഗ്യമന്ത്രി മേനി പറയുന്നത് മരുന്നോ സംസ്ഥാനത്ത് ഇല്ല, പക്ഷേ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ പോലും, അവരുടെ പ്രതീക്ഷ പോലും തല്ലിക്കെടുത്തപ്പെടുന്ന ഒരു സംഭവത്തിൽ കനിവുണ്ടെങ്കിൽ, ഉള്ളുലയുന്നുണ്ടെങ്കിൽ ലേശമെങ്കിലും ഒന്ന് ഇടപെടണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നിയാസ് പൂജപ്പുരയിൽ നിന്നും ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. നിയാസ്, പറയാം താങ്കൾക്ക്. നമസ്കാരം. നമ്മുടെ ബഹുമാനീയനായ പറഞ്ഞോളൂ നിയാസ്. നമസ്കാരം. നമ്മളെ ബഹുമാനീയനായ ഹരിദാസ് സാർ പറഞ്ഞത് വ്യക്തമായ കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആരോഗ്യ മേഖലയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ സുരക്ഷിതത്വവും സാധാരണക്കാരന് കിട്ടുന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുന്ന ഗവൺമെന്റ് ആശുപത്രികളാണുള്ളത്. നമ്മൾ ഏതൊരു കാര്യത്തിന് എടുത്തു പോലും ഇപ്പം തന്നെ നമ്മളെ ഭരണകർത്താക്കൾ തന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഉടനെ ലണ്ടൻ, അമേരിക്കയിലാണ് പോകുന്നത്. ഇത് ആരുടെ പണമാണ്? സാധാരണക്കാരന്റെ നികുതി പണമാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഈ നേതാക്കൾ എന്തുകൊണ്ട് തുനിയുന്നത്? ജനങ്ങളുടെ നികുതി പണമാണ് ഇവർ അമേരിക്കയിലും ലണ്ടനിലെല്ലാം പോയി കിടക്കുന്നത്, കുടുംബപരമായിട്ട് പോകുന്നത്. ആരോഗ്യ മേഖല ഇവിടെ തകർന്നത്. വീണ രാജേന്ദ്രന് എന്ത് അടിസ്ഥാനപരമായിട്ടുള്ള അറിവാണ് ഈ ആരോഗ്യ മേഖലയെ പറ്റിയുള്ളത്? നമ്മളെ കേരളത്തിലെ ആരോഗ്യ മേഖല വമ്പൻ തകർച്ചയിലാണ്.
വീണ ജോർജിന് ആരോഗ്യ മേഖലയെ പറ്റി യാതൊരു വിധ പേര് പോലും അറിയുന്നില്ല പ്രേക്ഷകർക്ക് എന്നുള്ളതാണ് മന്ത്രിയെ കുറിച്ച്. വീണ ജോർജ്, വീണ രാജേന്ദ്രനല്ല, വീണ ജോർജ്. വളരെ നന്ദി ശ്രീ നിയാസ് പൂജപ്പുരി എന്നുള്ള ഒരു പ്രേക്ഷകനാണ്. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ കൊച്ചിയിൽ നിന്നും ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ പറഞ്ഞോളൂ. നമസ്കാരം. ഇപ്പൊ തന്നെ നമുക്ക് അറിയാം, എല്ലാ ഹോസ്പിറ്റലുകളിലും ആരോഗ്യ മേഖല ആകെ തകർന്നിരിക്കുന്നത്. മരുന്ന് പോലും ഇല്ല. അപ്പൊ ഇവിടുന്ന് ടി വിയിൽ ചാനലിൽ കാണിക്കണം മരുന്ന് കിട്ടാത്ത അവസ്ഥ. അപ്പൊ മന്ത്രി വന്നിട്ട് പറയണത് എന്താ, എല്ലായിടത്തും മരുന്നുണ്ടെന്ന്. വളരെ മോശം ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, മോശമായിട്ടാണ്. കാരണം കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രപ്പാടാണ്. കുറ്റവാളികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഇവർക്ക്, അല്ലാതെ ആർക്കും രക്ഷപ്പെടണമെന്നില്ല. ഇവർക്ക് എങ്ങനെയും കുറ്റവാളിയെ രക്ഷപ്പെടുത്തി ഇവിടെ ഇപ്പൊ നടക്കുന്ന അവസ്ഥ. രാധാകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്നും പ്രതികരണം നടത്തിയത്. ശ്രീ ഷാഫി, മോന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? കാരണം പെട്ടെന്ന് നടന്ന് ഓടിക്കളിച്ച് വളർന്ന ഒരു കുഞ്ഞിന് കാല് പെട്ടെന്ന് തറയിൽ ഊന്നാൻ കഴിയാത്തൊരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദനയാണ്. സ്കൂളിൽ പോകണം, അങ്ങനെയൊക്കെ മാനസികമായിട്ടൊക്കെയുള്ള കുഞ്ഞിന്റെ ഒരു അവസ്ഥ എന്താണിപ്പോൾ? കുട്ടി ആകെ തളർന്നിരിക്കുന്നു. കുട്ടി ഇടയ്ക്ക് ചോദിക്കുന്നത് ഇതാണ്, എനിക്കിനി സ്കൂളിൽ പോകാൻ പറ്റുമോ, എനിക്കിനി ഓട്ടത്തിന് ഓടാൻ പോകാൻ പറ്റുമോ, സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ഞങ്ങൾ മാതാപിതാക്കള് അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ഒരു അസുഖമില്ലാത്ത ഉപജില്ലയില് ഓട്ടത്തിന് പോയ കുട്ടിയാണത്. ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ തന്നെ തളർന്നേക്കുന്നത്. 7 വയസ്സായ കുട്ടി ചോദിക്കാണ് സ്കൂളിൽ പോകാൻ ഇനി പറ്റുമോ. നിങ്ങൾ ചോദിക്കുമ്പോ എന്താ പറയാ, ആ ഒരു വിഷമം ഈ ചെയ്ത ആളുകൾക്ക്, ആ ഡോക്ടറായാലും മെയിൽ നേഴ്സായാലും അവർക്കൊരു മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്ന് വിളിച്ചന്വേഷിക്കുക, അല്ലെങ്കിൽ ആ നടന്ന സംഭവത്തിൽ ആ ആശുപത്രി വെച്ചിട്ട് തന്നെ ഒന്ന് വന്നിട്ട് നോക്കുക എന്താണ് കാര്യം എന്നുള്ളത്. ഇവരെ മുന്നിൽ കൂടി ഈ കുട്ടി അങ്ങോട്ടും നടക്കുമ്പോ ഇവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒരു മണിക്കൂറോളം ആ കുട്ടിയും എന്റെ വൈഫോട് വെയിറ്റ് ചെയ്യും. എന്നിട്ട് പോയിട്ട് പറഞ്ഞപ്പോ പറഞ്ഞത് അത് മാറിക്കോളും, നോർമലായിട്ട് വരുന്നതാണ്, വീട്ടിൽ പോയി. എം കെ ഹരിദാസ്, ആ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? കാരണം രാവിലെയാണ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഈ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയിക്കുന്നത്. നേരം ഇത്രയായി, 4 മണിക്ക് ഇനി അരമണിക്കൂർ, 3:30 പോകുന്നു. ഇത്രയും സമയമുണ്ടായിട്ട് ഈ അവസ്ഥ കണ്ടിട്ട് ഒന്ന് വിളിച്ച് ചോദിക്കാനുള്ള ഒരു മനസ്സലിവ് പോലും ഈ സിസ്റ്റത്തിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രീ ഹരിദാസ്, നമ്മൾ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആരോഗ്യ മേഖലയിൽ സമഗ്രമായൊരു പൊളിച്ചെഴുത്തിന്റെ ഉദാഹരണങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ വിഷയമായാലും മലങ്കരയിൽ പല്ല് പറിച്ച കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും വന്നു ചേർന്നിരിക്കുന്നത്. ഉറങ്ങുന്നവരെ വിളിച്ചു നടത്താൻ പ്രതീക്ഷ, ഉറക്കം നടിക്കുന്നവരെ അതിന് സാധ്യമല്ല. ആ പിതാവ് പറഞ്ഞൊരു വാക്ക് പ്രതീക്ഷ ശ്രദ്ധിച്ചോ? ആ കുഞ്ഞിന്റെ വേദനയും ഞങ്ങളുടെ വേദനയും നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയ പിതാവേ, തീർച്ചയായിട്ടും കുഞ്ഞിന്റെ പിതാവേ നമുക്ക് മനസ്സിലാകും. കാരണം നമുക്ക് മനസാക്ഷിയുണ്ട്. നമ്മളിൽ രാഷ്ട്രീയ ബോധത്തെക്കാൾ കൂടുതൽ നമുക്ക് മനുഷ്യത്വപരമായ മനസാക്ഷിയാണുള്ളത്. ആ മനസാക്ഷി വെച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടും ആ കുഞ്ഞെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അങ്ങേയറ്റം ആഴത്തിലുള്ള ആ കുട്ടിയുടെ ആശങ്കയും നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് മുകളിലുള്ള ഇവിടുത്തെ ഒരു ഭരണകർത്താക്കൾക്ക് ആയില്ലെങ്കിലത്തെ സ്ഥിതിവിശേഷമാണ് ഇപ്പൊ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ കുഞ്ഞിന്റെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ മാനസികാവസ്ഥയുടെ നിഷ്കളങ്കത വെച്ചിട്ട് നിങ്ങളുടെ ആ കുഞ്ഞ് തീർച്ചയായിട്ടും ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 8 മാസത്തിനുള്ളൊക്കെ പൂർവ്വസ്ഥിതിയിലാകും. നിങ്ങൾ മനോവിഷമം വേണ്ട നിങ്ങൾക്ക്. ഞാൻ മാതൃഭൂമിക്കും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പറയുകയാണ്, അവൻ പഴയതുപോലെ ഓടിക്കളിക്കാനൊക്കെ അവൻ സാധിക്കും. അവന് കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി ഒക്കെ കൊടുക്കും. പക്ഷെ ആരോഗ്യ മേഖല ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നാളെ ഇത്തരം ഒരു പ്രശ്നം ഒരു ആശുപത്രിയിൽ നിന്നും ഒരു നികുതിദായകർക്കും ഉണ്ടാകില്ല എന്ന് പറയത്തക്ക തോതില് ഇവിടുത്തെ ആരോഗ്യ മേഖല തകർന്നു കഴിഞ്ഞു. അത് ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല, എല്ലാ പ്രശ്നത്തിന്റെ പേരിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും, ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സുരക്ഷിതരല്ലാതിരിക്കുന്ന സമയത്താണ് ആരോഗ്യ മേഖലയുടെ അവസ്ഥ. നാളെ ഒരു ഭക്ഷണം കഴിച്ചിട്ടൊരു ഫുഡ് പോയ്സണുമായിട്ട് ഇത്തരം ഒരു ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ മെഡിക്കൽ നെഗ്ലിജൻസിയും ഈ ഫുഡ് സേഫ്റ്റി കൺട്രോളിന്റെ നെഗ്ലിജൻസിയും കൂടിയാവുമ്പോൾ നമ്മളുടെയൊക്കെ ആരോഗ്യം എത്ര സുരക്ഷിതമല്ല എന്ന് ഇവിടുത്തെ ഒരു ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും നമ്മളോട്
മണിക്കൂറിന് 1 എന്ന തോതിൽ, ഒരു പ്രാവശ്യം എന്ന തോതിൽ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്തരം നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ എടുക്കുന്ന എഫർട്ടിന്റെ 1% ഈ ആരോഗ്യ മേഖലയിൽ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഈ സർക്കാർ ശുഷ്കാന്തി കാണിച്ചാൽ ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കപ്പെടില്ല. കാരണം ഈ സംഭവത്തിന് ഉത്തരവാദിയായ ആ നേഴ്സിനെ തൽക്കാലത്തേക്കെങ്കിലും ഒരു 6 മാസത്തെങ്കിലും ആ സർവീസിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യ ഘടകമായിരിക്കെ തന്നെ അവരെ വേണം. ശ്രീ MK ഹരിദാസ്, എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത ഹരിദാസിനും കുഞ്ഞിന്റെ പിതാവിനും നന്ദി അറിയിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, സംസ്ഥാനത്ത് മരുന്നിന് വേണ്ടി ആളുകൾ കീഴുന്ന അവസ്ഥയിൽ വലിയ മലമറിക്കുന്ന കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞത്. അത് മാധ്യമ വാർത്തകളാണ്, കള്ളമെന്നൊക്കെ കുപ്രചരണം എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിക്ക് മുൻപിലേക്ക് മറ്റൊരു നേരസാക്ഷ്യവും കൂടി വരുമ്പോൾ ഒരു കോള് വിളിക്കാൻ പൈസയൊന്നും വേണ്ട. ഈ കുഞ്ഞിന്റെ അച്ഛന്റെ നമ്പർ തപ്പിപ്പിടിക്കാനും വലിയ പ്രതിസന്ധികൾ ഒന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഒന്ന് കനിവ് ഈ കുടുംബത്തോട് കാണിക്കണം. ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉചിതമായ നടപടി, അർഹിക്കുന്ന നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് ഇടവേളയിലേക്ക്.